പ്രൈസ് ലോർഡ്. എൻ്റെ പേര് ഷോൺ വർഗീസ്. താങ്ക്സ് ഫോർ വാച്ചിങ് വോയിസ് ഓഫ് ക്രൈസ്റ്റ് മീഡിയ. ഞാൻ ഇന്ന് മുതൽ ദൈവം എൻ്റെ ഹൃദയത്തിൽ തരുന്ന ആലോചനകൾ ഈ ചാനൽ വഴി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഐ ഹോപ്പ് ഈ വീഡിയോ നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, സോ ഇന്ന് ഞാൻ വായിച്ച അധ്യായം മാത്യു 3 ആണ്. നമ്മൾ മാത്യു 3 ഒരുപാട് തവണ ഞാൻ വായിച്ചിട്ടുണ്ട്. ഐ ഗെസ് നിങ്ങളും ഇത് ഒരുപാട് തവണ വായിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. മാത്യു 3 നമ്മൾ എഴുതിയിരിക്കുന്നത് ജോൺ ദ ബാപ്റ്റിസ്റ്റിൻ്റെ ഇൻട്രൊഡക്ഷനെ പറ്റിയാണ് എഴുതിയിരിക്കുന്നത്. ജോൺ ദ ബാപ്റ്റിസ്റ്റ് വരുന്നു, ജീസസിന് ഒരു വേ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ജോൺ ദ ബാപ്റ്റിസ്റ്റ് സുവിശേഷം പറയുന്നു, ആൾക്കാർ മാനസാന്തരപ്പെടുന്നു, ആൾക്കാർ സ്നാനപ്പെടുന്നു. അത് കഴിഞ്ഞ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നൊരു സീനാണ് ഫാരിസീസും സദുക്കീസും ഇവൻ അവർ പോലും സ്നാനപ്പെടാൻ വേണ്ടി വരുന്നു. അപ്പോൾ ജോൺ ദ ബാപ്റ്റിസ്റ്റ് അതിനെ റെഫ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അവരെ ബ്രൂഡ് ഓഫ് വൈപ്പേഴ്സ് എന്നാണ് അവരെ വിളിക്കുന്നത്. അത് വിളിക്കുന്നതിന് ഒരു റീസൺ ഉണ്ട്. നമുക്കറിയാം, പഴയ നിയമകാലത്ത് ഫാരിസീസും സദുക്കീസും എന്ന് പറയുന്നത് ഇവര് പുറമെ നോക്കുമ്പോൾ റിലീജിയസ്ലി അവർ എക്സ്റ്റേണലി അവരെ എല്ലാം ഹോളി ആയിട്ടായിരിക്കും അവർ ജീവിക്കുന്നത്. അവരുടെ പ്രാർത്ഥനയിൽ അവർ ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും, അവരുടെ ആരാധനയിൽ വളരെ കോൺഷ്യസ് ആയിരിക്കും. വേറെ ആർക്കും ഡിസ്റ്റർബൻസ് വരുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എപ്പോഴും ഒരു കോൺഷ്യസ് പുറമേയുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും. പക്ഷെ അവരുടെ പ്രൈവറ്റ് അവരുടെ ലൈഫിൽ പല പല പാപങ്ങൾ ഉണ്ടായിരുന്നു കാണാതിരിക്കാം. അവർക്ക് പല ലോസും ഉണ്ടായിരുന്നു. ലെഗ്സ് വാഷ് ചെയ്യണം, ഹാൻഡ്സ് വാഷ് ചെയ്യണം, മുഖം വാഷ് ചെയ്യണം. അവരുടെ ക്ലോത്തിങ്ങിന്റെ മെഷർമെന്റ്സ് പോലും എല്ലാം അവരുടെ ഹൃദയം ഇതുവരെ മാനസാന്തരപ്പെട്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് അവരോട് അങ്ങനെ പറഞ്ഞതും യു ബ്രൂഡ് ഓഫ് വൈപ്പേഴ്സ് വിളിച്ചതും. പിന്നെ ജോൺ ദ ബാപ്റ്റിസ്റ്റ് പറഞ്ഞത് ബി എ ഫ്രൂട്ട് വിത്ത് റിപ്പൻറ്റൻസ് എന്നാണ്. പല സമയത്തും എൻ്റെ ജീവിതത്തിലാണെങ്കിൽ പോലും അനേകം പാപങ്ങൾ ലൈഫിൽ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും അത് ഏറ്റു പറഞ്ഞിട്ടും വീണ്ടും അത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന ടെൻഡൻസി ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ലൈഫിൽ നമ്മളൊരു പാപം ഐഡൻറ്റിഫൈ ചെയ്യുമ്പം അത് കർത്താവിൻ്റെ സന്ധിയിൽ ജെനുവനായിട്ട് ഏറ്റു പറഞ്ഞ് അത് ഉപേക്ഷിക്കാനുള്ള എല്ലാ വഴികളും നമ്മളായി തന്നെ ക്രിയേറ്റ് ചെയ്യണം. നമുക്കറിയാം നമുക്കിങ്ങനെ ഒരു വീക്ക്നെസ് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ആ വീക്ക്നെസ് വീണ്ടും അത് സംഭവിക്കാതിരിക്കാനുള്ള എല്ലാ മാർഗങ്ങളും നമ്മൾ ജെന്യുവനായിട്ട് എടുക്കണം. അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. സോ ഞാൻ അത് കഴിഞ്ഞിട്ട് എഴുതിയിരിക്കുന്നു. നമുക്കത് വായിക്കുമ്പോൾ അറിയാം. പിന്നെ ഈ ഫാരിസീസും സദുക്കീസും അവർക്കൊരു തോട്ട് പ്രോസസ് ഉണ്ടായിരുന്നു. അവർ എബ്രഹാമിന്റെ മക്കളായതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു പ്രിവിലേജ് ദൈവത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന്. അപ്പം അവിടെയും അവരെ പ്രൊഹിബിറ്റ് ആണ് ചെയ്യുന്നത്. ആൻഡ് ഡു നോട്ട് പ്രസീം ടു സേ ടു യുവർ സെൽഫ് we have Abraham as our father, for I tell you God is able from these stones to raise up children of Abraham. Even now the axe is at the root of the trees. Every tree therefore that does not bear good fruit is cut and thrown into the fire. Amen. Hallelujah. So ഇതാണ് ഈ പോർഷൻ എഴുതിയിരിക്കുന്നത്. സോ ഈ bear fruit with repentance എന്ന് ഞാൻ ആ ഒരു വാക്യമാണ് എൻ്റെ ഹൃദയത്തിൽ സ്ട്രൈക്ക് ചെയ്തത്. സോ അത് വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നൊരു ചിന്തയായിരുന്നു. നേരെ ജോൺ 15 എൻ്റെ മനസ്സ് പരിശുദ്ധാത്മാവ് അങ്ങനെ ഒരു തോട്ട് കൊണ്ടുവന്നത്. ജോൺ 15 പറയുന്നത്, I am the vine and you are the branches. If you abide in me and I in you, you will bear much fruits എന്ന് പറഞ്ഞേക്കുന്നത്. ഈ മാത്യു 3 എഴുതിയിരിക്കുന്ന സമയത്ത് ജീസസിനെ കുറിച്ചുള്ള സ്റ്റോറി തുടങ്ങുന്നേ ഉള്ളൂ. സോ അതുകൊണ്ടാണ് അവിടെ അങ്ങനെ ട്രീൻ്റെ കാര്യം മാത്രമേ എഴുതിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ജോണിൽ വരുമ്പോൾ അവിടെ ഒരു പുതിയ ക്യാരക്ടറും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ദാറ്റ് ഈസ് ജീസസ്. സോ ജീസസിലാണ് നമ്മൾ, ഇൻ ക്രൈസ്റ്റാണ് നമ്മൾ ആയിരിക്കേണ്ടത്. എപ്പോഴും നമ്മൾ ഇൻ ക്രൈസ്റ്റാണ് ആയിരിക്കേണ്ടത്. സോ ആൻഡ് എന്താണ് ഈ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്? നമുക്കറിയാം, നമ്മൾ കുറച്ചുകൂടെ ഈ ഗോസ്പൽ കഴിഞ്ഞ് കുറച്ചുകൂടെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് ഫ്രൂട്ട്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റിനെ പറ്റിയാണ് പറയുന്നത്. നമുക്കറിയാം, ദർ ആർ ഫ്രൂട്ട്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ലവ്, ജോയ്, പീസ്, പേഷ്യൻസ്, കൈൻഡ്നസ്, അങ്ങനെ നമുക്കൊരു ലിസ്റ്റ് ഉണ്ട്. സോ അതിലേക്കാണ് ദൈവം നമ്മളെ കൊണ്ടുവരുന്നത്. അതിലേക്കാണ് നമ്മൾ ഫ്രൂട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ആമേൻ. സോ അതെങ്ങനെയാണ് സാധിക്കുന്നത് എന്ന് പറയുന്നത് അബൈഡ് ഇൻ ഹിം. എങ്ങനെ അബൈഡ് ചെയ്യാൻ പറ്റുന്നത്? പ്രയർ, Bible reading and fellowship with other believers, and memorizing of scriptures and constant communication with God. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ദൈവമായിട്ടുള്ള കോൺസ്റ്റന്റ് കമ്മ്യൂണിക്കേഷനിലാണ് നമുക്ക് കർത്താവിൽ അബൈഡ് ചെയ്യാൻ പറ്റുന്നത്. ഞാനൊരു ചെറിയ ഡയഗ്രാമായിട്ട്
നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു ട്രീൻ്റെ ഒരു പിക്ചറാണ്. റൂട്ട് സിസ്റ്റം ഇത് ഗോഡ് ദ ഫാദർ ആണ്. ഇവിടെ നിന്നാണ് സോഴ്സ് ഓഫ് ലൈഫ്. ഇതാണ് വൈൻ എന്ന് പറയുന്നത്. ഇത് ഞാനാകാം, ഇതെൻ്റെ സിസ്റ്റർ ആകാം, എൻ്റെ ബ്രദർ ആകാം. ഇൻ ഫെയ്ത്തിലുള്ള ഇതൊക്കെ നമ്മളൊരു സ്പിരിച്വൽ ഫാമിലിയാണ്. നമ്മളെല്ലാം ഇൻ ക്രൈസ്റ്റ് ആണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു വിശ്വാസ സഹോദരനെ കാണുമ്പോൾ ഞാൻ എങ്ങനെ കാണുന്നു പറഞ്ഞാൽ ഞാനും ക്രിസ്തുവിലാണ്, അവനും ക്രിസ്തുവിലാണ്. അങ്ങനെയാണ് ഞങ്ങൾ നമ്മളൊരു സ്പിരിച്വൽ ബന്ധം ഉണ്ടാകുന്നത്. അപ്പം എനിക്ക് ഇത് ലീവ്സും ഫ്രൂട്ട്സും ആണ്. എനിക്ക് എങ്ങനെയാണ് നല്ല ഫ്രൂട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നത്? ബൈ അബൈഡിങ് ഇൻ ദ വൈൻ. എങ്ങനെ? പ്രാർത്ഥനയിലൂടെ, ഫാസ്റ്റിങ്ങിലൂടെ, വേർഷിപ്പിലൂടെ, ഫെലോഷിപ്പ് ഓഫ് ദ ബിലീവേഴ്സിലൂടെ എൻ്റെ മൈൻഡിനെ ഞാൻ റിന്യൂ ചെയ്യുമ്പോഴാണ് എനിക്ക് നല്ല ഫ്രൂട്ട്സ് കർത്താവിന് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്.